Hello everyone, welcome back to my channel Learning Waves. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിലെ നെക്സ്റ്റ് പോർഷൻ നമുക്ക് ഇന്ന് നോക്കാം. ലിസൺ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ സെക്ഷനാണ്. 8th ടേം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 8th ടേം ഈസ് 15 and 3rd ടേം ഈസ് 15 and 8th ടേം ഈസ് 35. അങ്ങനെ രണ്ട് ടേംസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. സോ 3rd ടേം 15ഉം 8th ടേം 35ഉം ആണ്. സോ 13th ടേം നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ 23rd ടേമും നമ്മൾ കണ്ടുപിടിക്കണം. സോ ആദ്യം ഇങ്ങനൊരു ടേം കണ്ടുപിടിക്കാൻ നമുക്ക് അറിയേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. സോ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പൊസിഷൻ. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടേംസ് എത്രയാണ്? ടേംസ് എന്ന് പറയുമ്പോൾ 15 and 35 ആണ്. സോ 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ 8 മൈനസ് 3. സോ 35 മൈനസ് 15 നമ്മൾ ഓൾറെഡി കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി നമുക്കൊന്ന് റെഫർ ചെയ്യാം. ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് 8 മൈനസ് 3. സോ 35 മൈനസ് 15 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 20 ബൈ 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ബൈ 5 എന്ന് പറയുമ്പോൾ 4 ആണ്. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. അടുത്തതെന്ന് പറയുമ്പോൾ 13th ടേം ആണ്. സോ നെക്സ്റ്റ് ശ്രദ്ധിക്കുക. കോമൺ ഡിഫറൻസ് 4. ഓക്കെ, ദെൻ 13th ടേം ആണ്. നമുക്ക് തേർഡ് ടേം ഉണ്ട്. അപ്പോൾ തേർഡ് ടേമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡിഫറൻസ്, പൊസിഷൻ ഡിഫറൻസ്, നമ്മൾ ടേം ഡിഫറൻസ് നോക്കണം എന്നുള്ള കാര്യം. സോ അത് നമുക്ക് നോക്കാം. തേർഡ് ടേം നമുക്ക് 15 ആണ്. സോ 1 സെക്കൻഡ്, തേർഡ് ടേം ആണ് ഞാൻ എടുക്കുന്നത്. തേർഡ് ടേം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 15. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 13th ടേം ആണ്. 13th ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു തേർഡ് ടേമിൽ നിന്നും, തേർഡ് ടേം എന്ന് പറയുമ്പോൾ 50, എത്ര നമുക്ക് ഡിഫറൻസ് എത്രയാണ് വരുന്നത്? പ്ലസ് ആണ്. കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തേർഡ് ടേം ആണ് നമുക്ക് 13th ടേം കണ്ടുപിടിക്കുന്നത്. സോ ഫോർവേഡ് ആണ്, മുന്നോട്ടാണ് പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിഫറൻസ് കാണണം. ടേം ഡിഫറൻസ് എത്രയാണ് വരുന്നത്? പൊസിഷൻ ഡിഫറൻസ് നോക്കുക, എത്ര വരുന്നത്? 13 മൈനസ് 3 ദാറ്റ് ഇസ് 10. ഇതാണ് പൊസിഷൻ ഡിഫറൻസ്. സോ 10 ടൈംസ് നമുക്ക് കോമൺ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യണം. സോ 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 4. സോ 10 ഇൻറ്റു 4. സോ 15 പ്ലസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 പ്ലസ് 14 എത്രയാണ്? 55. 13th ടേം 55 ആണ്. ദെൻ സെയിം ഇതേ വേയിൽ 23rd ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം തേർഡ് ടേം യൂസ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? തേർഡ് ടേം എന്ന് പറയുമ്പോൾ 15 ആണ് പ്ലസ് ടേം ഡിഫറൻസ്, ആ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 3 and 23 തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 20 ആണ്. സോ 20 ഇൻറ്റു കോമൺ ഡിഫറൻസ്. സോ 15 പ്ലസ് 2 ഇൻറ്റു ദാറ്റ് ഇസ് 80. സോ ദാറ്റ് ഇസ് 95. ഇതാണ് 13th ടേം, ഇതാണ് 23rd ടേം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്, മേ ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടി റെഫർ ചെയ്യുക. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ടേംസ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ഇതേ പാറ്റേണിൽ, ഇതേപോലെ ഇതിൻ്റെ സിമിലാരിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5th ടേം ദാറ്റ് ഇസ് 21 ആൻഡ് 9th ടേം ഇസ് 41. സോ ഫസ്റ്റ് ടേം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിന് മുന്നേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം ആസ് യൂഷ്വൽ. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്, ഇവിടെ ടേംസ് എന്ന് പറയുമ്പോൾ എത്രയാ? 41 മൈനസ് 21. ഓക്കെ, ദാറ്റ് ഈസ് ഇൻക്രീസിങ് ആണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ദാറ്റ് ഈസ് ഇൻക്രീസിങ്, പോസിറ്റീവ് ആണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ, സോ ദാറ്റ് ഈസ്
equal to 41 minus 21, 31, that is 20 divided by 4, that is 5. 5 ആണ് ഇവിടെ നമ്മുടെ കോമൺ ഡിഫറൻസ്. 1 second. ഓക്കെ, ഇവിടെ നമ്മുടെ 20/4 ആണ്. സോ നമ്മുടെ കോമൺ ഡിഫറൻസ് 5 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ കോമൺ ഡിഫറൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെ കാണും? ഇവിടെ നമുക്ക് ഫിഫ്ത്ത് ടേമാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ മൈനസാണ് ചെയ്യേണ്ടത്, കാരണം ബാക്ക്വേർഡാണ്. നമുക്ക് ഫസ്റ്റ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് എഴുതും? ഫിഫ്ത്ത് ടേമിൽ നിന്നും, ഫിഫ്ത്ത് ടേം ദാറ്റ് ഇസ് 21 മൈനസ് ഹൗ മെനി പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? ഫിഫ്ത്ത് ടേമും ഫസ്റ്റ് ടേമും. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 5 മൈനസ് 1. സോ ദാറ്റ് ഇസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. സോ ദാറ്റ് ഇസ് 21 മൈനസ് 4 ഇൻറ്റു 5 എത്ര? 20. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഇതേപോലെ തേർഡ് ടേമും കണ്ടുപിടിക്കണം. ഓക്കെ, സോ തേർഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഫിഫ്ത്ത് ടേം ഓൾറെഡി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഫിഫ്ത്ത് ടേം? ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഹിയർ നമുക്ക് എത്രയാണ്? ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടേം ഓട്ടോമാറ്റിക്കലി എളുപ്പം കണ്ടുപിടിക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? +5, 6 ആയിരിക്കും. തേർഡ് ടേം എന്ന് പറയുമ്പോൾ എത്രയാണ്? +5, 11 ആണ് തേർഡ് ടേം. സോ തേർഡ് ടേം ബി. തേർഡ് ടേം എന്താണ്? തേർഡ് ടേം ദാറ്റ് ഇസ് 11. ഓക്കെ, സോ ഇതാണ് ആ സെക്ഷനിലെ പ്രോബ്ലംസ്. എല്ലാ പ്രോബ്ലവും, ബാക്കിയുള്ള 2 പ്രോബ്ലം സെയിം മെത്തേഡാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത പ്രോബ്ലംസ് നോക്കാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. താങ്ക് യു.